പഞ്ചാബി ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ മസാലയാണ്. എപ്പോഴും ഒരേ കറിയല്ലേ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരള സ്റ്റൈൽ. നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കാം. ഓക്കെ, പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോളം ചിക്കനാണ്. ഞാൻ ബോണോട് കൂടിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം ബോണില്ലാതെയും ബോൺലെസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ സിമ്പിളാണ്, സിമ്പിൾ മസാലയാണ് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ചെറുനാരങ്ങ ഒരു കഷ്ണം, പകുതി മതി, അതിൻ്റെ നീര് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഞാൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഏറ്റവും നല്ലത്. കുക്കിങ്ങിലേക്ക് പോകാം. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ട്രാവൽ വീഡിയോ, കുക്കിംഗ് വീഡിയോ എല്ലാം ഉണ്ടാവും. ഇതിലൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. അത്രയും ഉണ്ട്, ഒരു 4 മിനിറ്റ് മതി. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഇതിൻ്റെ പച്ച മണക്കം ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. കുറച്ചും കൂടി ഒന്ന് ആകുമ്പോൾ നമുക്ക് നല്ല തിളച്ച 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്ലാസ് വെള്ളം, ചെറിയൊരു കപ്പാണ്. ഒന്നൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. നമുക്ക് അടപ്പ് മാറ്റിയിട്ട് നോക്കാം. അതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. നമുക്കിനി പകുതി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 70% വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഒരു സ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും കസ്തൂരി മേത്തിയും കൂടിയിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബട്ടറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നു. ജിഞ്ചർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നു. കൂടാതെ കുറച്ച് മല്ലിയില. ഇത്രയേ ഉള്ളൂ. ഇത് ഓഫ് ചെയ്ത് വെച്ച് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ പഞ്ചാബി ചിക്കൻ മസാല റെഡി ആയിരിക്കും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടറൊക്കെ അതിൽ നല്ല മിക്സ് ചെയ്തായിക്കോളും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പഞ്ചാബി ചിക്കൻ മസാല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.